വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധി വന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാമെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഇത്തരം തെളിവുകൾ സ്വീകരിക്കാനാകില്ല എന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് കോടതി റദ്ദാക്കി. മൗലികാവകാശ ലംഘനം എന്ന പേരിൽ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാകില്ലെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് റദ്ദാക്കിയാണ് സുപ്രീം കോടതി സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. ഇനി പങ്കാളി അറിയാതെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്താൽ അത് തെളിവായി കോടതികളിൽ സ്വീകരിക്കാം. മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ തെളിവ് മാറ്റി നിർത്താനാകില്ലെന്ന് വിധിയിൽ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. വിവാഹമോചന കേസുകളിൽ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. വിവാഹമോചന കേസുകളിൽ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ കക്ഷികൾക്ക് ഇനി കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുകയാണ്. ഫയൽ നീക്കം സ്തംഭനത്തിൽ. VCയുടെ ഒപ്പിനായി കാത്തുനിൽക്കുന്നത് 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് അതാത് സെക്ഷനുകളിൽ. സർവകലാശാലയ്ക്ക് അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷയടക്കം കെട്ടിക്കിടക്കുന്നു. വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, സുരക്ഷ പോരാ എന്ന് പറഞ്ഞ് VC സർവകലാശാലയിൽ കയറിയിട്ട് 2 ആഴ്ചയിലേറെയായി. 2500-ലേറെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഒരുപാട് അക്കാഡമിക് കോഴ്സ് അംഗീകാരത്തിനുള്ള ഫയലുകൾ ഈ അധ്യാപകരുടെ CAS ഒപ്പം ഇതിനെല്ലാം പുറമെയാണ് ഇത്തരത്തിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രവൃത്തി ദിന സ്തംഭനങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ ഈ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ നിലവിലെ അവസ്ഥ എത്രത്തോളം ഗൗരവമുള്ളതാണ്? സ്വപ്ന, ഈ കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയുടെ തീവ്രത വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ VC തീർപ്പാക്കേണ്ട 2500-ലധികം വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഫയലുകൾ അടക്കം ഇത്തരത്തിൽ ഈ സർവകലാശാലയിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ സർവകലാശാലയിൽ ദിവസം 25,000-ലധികം ഫയലുകൾ മുന്നോട്ട് നീങ്ങുന്ന അല്ലെങ്കിൽ അതിന് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ കേരള സർവകലാശാല. അവിടെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ രജിസ്ട്രാർ ആരാണ് എന്ന കാര്യത്തിൽ ഇനിയെങ്കിലും VC ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ രജിസ്ട്രാർ KS അനിൽകുമാർ ഇത്തരത്തിൽ ഒപ്പിടുന്ന ഫയലുകൾ ഈ VC തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇത്തരത്തിൽ അനിൽകുമാർ ഒപ്പിട്ടയക്കുന്ന ഫയലുകൾക്ക് മീതെ തുടർ നടപടി വേണ്ട എന്ന ഉത്തരവൊക്കെ ഈ രജിസ്ട്രാർ നൽകിയിട്ടുണ്ട്. അതേസമയം ഈ മിനികാപ്പനും താൽക്കാലിക രജിസ്ട്രാറായി ഇത്തരത്തിൽ തുടരുന്നുണ്ട്. ജോയിന്റ് രജിസ്ട്രാർമാർ ഒപ്പിട്ടയച്ച ഫയലുകൾ അടക്കം VC മടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കേരള സർവകലാശാലയിൽ ഈ VC മോഹനൻ കുന്നുമ്മയിലെത്തിയിട്ട് 2 ആഴ്ചയിലധികമായി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ VC സർവകലാശാലയിൽ എത്താതിരിക്കുന്നത്. ഇന്ന് VC ഗവർണറുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഈ ഭരണപ്രതിസന്ധിയിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും ആ ഒരു കൂടിക്കാഴ്ചയിലും ഉന്നയിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സർവകലാശാലയ്ക്ക് അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കേണ്ടതടക്കമുള്ള ഫയലുകൾ ഇത്തരത്തിൽ ഇനി VCയുടെ ഈ തീർപ്പ് കാത്തു കിടപ്പുണ്ട്. എന്തായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. സെനറ്റ് ഹാളിലെ ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചു തുടങ്ങിയ വിവാദം ഇത്തരത്തിൽ 2500-ലധികം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും VC കടുംപിടുത്തം അയച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ആയിരിക്കും പോവുക. ഇപ്പോൾ നിലവിൽ 2500-ഓളം വിദ്യാർത്ഥികളുടെ ഫയലുകളാണ് ഇത്തരത്തിൽ VCയുടെ ഒപ്പുകാത്ത് കിടക്കുന്നതെങ്കിൽ അത് 5000-ഓളം ഇനിയും ഈ പ്രതിസന്ധി തുടർന്നു പോയാൽ 5000-ലധികം ഡിഗ്രി ഫയലുകൾ ആയി കൂടാമെന്ന ഒരു സാധ്യതയും മുന്നിലുണ്ട്. സ്വപ്ന, തലപ്പത്തിരിക്കുന്നവരുടെ രാഷ്ട്രീയ ഈഗോ കളികൾ എന്തായാലും വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞതുപോലെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും സർട്ടിഫിക്കറ്റുകളടക്കം ഒപ്പിടാനുണ്ട്. അതിനെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം, അതിനുള്ള പ്രതീക്ഷകൾ നേരിയ മങ്ങലേൽക്കുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നു. കൂടുതലായി ഒന്നും ചെയ്യാനില്ല, നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി കൂടുതലായി ഒന്നും ചെയ്യാനാകില്ല എന്ന കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയാണ്. പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ലത് സംഭവിക്കട്ടെ എന്നും AG കോടതിയിൽ പറഞ്ഞു. ദിയാദാനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതിയുണ്ട് എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി എത്തിയത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത്.
പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് സംബന്ധിച്ച ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ ഈ ഏറ്റുപറച്ചിൽ. പഹൽഗാം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മനോജ് സിൻഹ പറഞ്ഞു. ആക്രമണം നടന്ന സ്ഥലം ഒരു തുറന്ന പുൽമേടാണ്. അവിടെ സുരക്ഷാ സേനയെ വിന്യസിച്ചിരുന്നില്ല. ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിടില്ല എന്നതാണ് കശ്മീരിലെ പൊതുവിശ്വാസം. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ നടന്നത്. നിരപരാധികളായ ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടത് ദൗർഭാഗ്യകരമെന്നും മനോജ് സിൻഹ പറഞ്ഞു. കേസിൽ NIA നടത്തിയ അറസ്റ്റുകൾ പ്രാദേശിക പങ്കാളിത്തത്തെ സ്ഥിരീകരിക്കുന്നു. വർഗീയ വിഭജനം സൃഷ്ടിക്കാനായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ജമ്മു കശ്മീരിൽ സമാധാനമുണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ജമ്മു കശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ്. രാജ്യത്തിന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്താനായി പാകിസ്ഥാന്റെ മനഃപൂർവ്വമുള്ള പ്രഹരമായിരുന്നു പഹൽഗാം ആക്രമണം. പക്ഷേ ജമ്മു കാശ്മീരിലെ സുരക്ഷാ അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജമ്മു കശ്മീർ മേഖലയിൽ ഒരാക്രമണവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യൂത്ത് കോൺഗ്രസിനെതിരായ നിലപാടിൽ ഉറച്ചു തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. സമരത്തിൽ മാത്രമല്ല, യുവാക്കൾ പഞ്ചായത്തിലെങ്കിലും കേന്ദ്രീകരിക്കണം. ടിവിയിൽ കാണുന്ന യൂത്ത് കോൺഗ്രസുകാരെ തന്റെ പഞ്ചായത്തിൽ പോലും പ്രവർത്തനങ്ങളിൽ കാണാറില്ല. ദുരുദ്ദേശപരമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും PJ കുര്യൻ വ്യക്തമാക്കി. കുര്യനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത പത്തനംതിട്ടയിലെ സമരസംഗമത്തിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം. യൂത്ത് കോൺഗ്രസിൽ യുവാക്കളില്ല. ശുഭദ യൗവനത്തെ SFIയുടെ കൂടെ നിർത്തുന്നു. തന്റെ മണ്ഡലത്തിൽ പോലും യൂത്ത് കോൺഗ്രസിന് ആളില്ല എന്നും തുടങ്ങി ഇടത് സംഘടനയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഇകഴ്ത്തിയുമുള്ള പരാമർശങ്ങളായിരുന്നു PJ കുര്യന്റേത്. തുടർന്ന് മുതിർന്ന നേതാവിനെതിരെ നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ വിഷയത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PJ കുര്യൻ പ്രതികരിച്ചു. പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. അത് ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട്. പോലീസുമായി അടിപിടി ഉണ്ടാകും, ചിലപ്പം പോലീസ് മർദ്ദിക്കും, അതൊക്കെ പത്രങ്ങളിലും വരും. അത് നല്ല കാര്യം. പക്ഷേ പോലീസിൻ്റെ അടിമേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വെറുതെ അവർ വേണം. പക്ഷേ എന്നാലും നമ്മുടെ ഈ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. PJ കുര്യനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. പാർട്ടി യോഗത്തിലാണ് കുര്യൻ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ സതുദ്ദേശത്തോടെ കാണുന്നുവെന്നും ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സതുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും. വിഷയത്തിൽ PJ കുര്യൻ പറഞ്ഞ യൗവനത്തെയല്ല, വിവേകമുള്ള യൗവനത്തെയാണ് ആവശ്യമെന്നും മാറിയ കാലത്ത് TVയിൽ വരേണ്ടത് ആവശ്യമാണെന്നുമാണ് കോൺഗ്രസിലെ മിക്ക നേതാക്കളുടെയും അഭിപ്രായം. ഇത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച PJ കുര്യൻ ലക്ഷ്യം വെച്ചത് സംഘടനയുടെ ശാക്തീകരണമെന്നും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പോലീസിന്റെ അതിക്രമങ്ങൾ നേരിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും KPCC അധ്യക്ഷൻ കാസർഗോഡ് പറഞ്ഞു. കുട്ടികൾ അധ്യാപകരെ ആദരിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ച് പാദപൂജ ചെയ്യിക്കരുതെന്നും അത് തെറ്റാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ നിർബന്ധിച്ചത് ചെയ്യിക്കാനിടയാക്കിയത് തെറ്റാണ്. അധ്യാപകരെ ആദരിക്കണം, അത് ഈ രൂപത്തിലല്ല. നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അവരെ പോലീസ് കിരാതമായിട്ട് മർദ്ദിച്ചവശരാക്കുന്നു, കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും KSU പ്രവർത്തകരും അക്രമത്തിന് വിധേയരാകുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്.
ഷാർജയിലെ വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണത്തിൽ കേസെടുത്ത് കൊല്ലം കുണ്ടറ പോലീസ്. ഭർത്താവ് നിതീഷിനെയും വീട്ടുകാരെയും പ്രതി ചേർത്താണ് കേസെടുത്തത്. തന്റെ മകളുടെ മരണത്തിന് കാരണമായവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് വിഭജികയുടെ അമ്മ ശൈലജ പറഞ്ഞു. വിഭജികയുടെ അമ്മ ശൈലജ നൽകിയ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കേസിൽ നിതീഷ് 1-ാം പ്രതിയും സഹോദരി നീതു 2-ാം പ്രതിയും അച്ഛൻ 3-ാം പ്രതിയുമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 33-കാരിയായ വിഭജികയെയും 1.5 വയസ്സുള്ള മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ പീഡനമാണ് യുവതിയുടെ മരണത്തിന് കാരണമായതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച ശബ്ദരേഖകളും ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നു. കഴിവിന്റെ പരമാവധി സ്ത്രീധനം നൽകിയെന്നും വീണ്ടും പണം ആവശ്യപ്പെട്ടുവെന്നും വിഭജികയുടെ ബന്ധുക്കൾ പറയുന്നു. അഭിഭാഷകൻ മുഖേന കുടുംബം നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബാംഗങ്ങൾ. അമൃത ന്യൂസ്, കൊല്ലം. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് ഭൂമി വാങ്ങിയതിൽ ക്രമക്കേടിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ഭൂമി തരംമാറ്റാനാകില്ല എന്നറിഞ്ഞിട്ടും കുഴിയിൽ ചാടിച്ചത് ലീഗ് നേതാവിന്റെ ഭാര്യാബന്ധുവെന്നാണ് ആരോപണം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 40ഓളം കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും ലീഗ് സമാഹരിച്ചത്. സ്ഥലത്തിനായി 12 കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്ന് നേതൃത്വം പറയുന്നു. വെള്ളിത്തോടിന് സമീപം 6 കോടി രൂപയ്ക്ക് നിർമ്മാണയോഗ്യമായ ഭൂമി ലഭിക്കുന്നത് വേണ്ടെന്ന് വെച്ചാണ് 12 കോടി മുടക്കിയതെന്നാണ് ലീഗിനുള്ളിലെ തന്നെ ആക്ഷേപം. തോട്ടഭൂമി ഇവിടെ സെന്റിന് 30,000 രൂപയ്ക്ക് മുതൽ ലഭിക്കുമെന്നാണ് ലീഗുകാരുടെ തന്നെ വാദം. കരഭൂമി 65,000 രൂപയ്ക്ക് നൽകാമെന്ന് ഉടമകൾ അറിയിച്ചെങ്കിലും മുതിർന്ന നേതാവിന്റെ ബന്ധുവും നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ തന്നെ കച്ചവടം മുടക്കിയെന്നാണ് മറ്റൊരു ആരോപണം. ഈ അഭിഭാഷകന്റെ അടക്കം 5 വ്യക്തികളിൽ നിന്നായാണ് ഭൂമി വാങ്ങിയത്. തോട്ടഭൂമി ഭവന നിർമ്മാണത്തിനായി വിൽപ്പന നടത്തിയതിന് ഉടമകളായിരുന്നവർക്ക് താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തോട്ടഭൂമിയല്ലെന്നും രേഖകൾ കൈവശമുണ്ടെന്നുമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. 16 മുതൽ ലാൻഡ് ബോർഡ് ഹിയറിംഗുമുണ്ട്. വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമി പോലും ലീഗ് ഉറപ്പാക്കിയില്ലെന്ന ആശങ്കയിലാണ് ദുരന്തബാധിത കുടുംബങ്ങൾ. 105 കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളായിരുന്നു ഇതിലെ ഭൂരിഭാഗവും. വീട് വേണ്ടെന്നും പുനരധിവാസ മാർഗമുണ്ടെന്നും അറിയിച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റി ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞ കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. അമൃത ന്യൂസ്, വയനാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ രാജ്യം മുഴുവൻ വോട്ടർ പട്ടിക നവീകരിക്കാനൊരുങ്ങുന്നു. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക നവീകരിക്കാൻ ഒരുങ്ങുന്നത്. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തടയില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് രാജ്യമൊട്ടാകെ ഈ രീതിയിൽ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള കമ്മീഷന്റെ നീക്കം. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ബംഗ്ലാദേശ്, മ്യാൻമാർ കുടിയേറ്റക്കാർ ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നുവെന്ന് കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതും കണക്കിലെടുത്താണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. ബീഹാറിൽ ഈ വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ്. അതിനാൽ കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. അടുത്ത മാസത്തോടെ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താനുള്ള സംവിധാനങ്ങൾ പ്രാദേശികമായി ഏർപ്പെടുത്തും. ഏറ്റവും അവസാനം പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. അല്ലാത്തപക്ഷം 6 രേഖകൾ സമർപ്പിക്കേണ്ടി വരും. 2026 ജനുവരി 1 18 വയസ്സ് തികയുന്ന എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.